എല്ലാ PSC എക്സാമിനും പ്രയോജനപ്പെടുന്ന വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 12 പേർ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി 10 പേർക്ക് ചെയ്തു തീർക്കാൻ എത്ര സമയം വേണം? ഇവിടെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ അവിടെയുള്ള ഇക്വേഷൻ M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്നായിരിക്കും. M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്നായിരിക്കും. നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. M1 എന്ന് പറയുന്നത് 12 ഇൻറ്റു D1 25 ഈസ് ഈക്വൽ ടു M2 10 ഇൻറ്റു D2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ D2 കിട്ടാൻ 12 ഇൻറ്റു 25 ബൈ ഈ 10 ഇവിടെ വരും ഈസ് ഈക്വൽ ടു D2. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ഇൻറ്റു 5 5 ഇൻറ്റു 5 25 6 ആൻസർ 30 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, X ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 2X ജോലിക്കാർക്ക് അതിൻ്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ഇവിടെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് W1 ജോലി ചെയ്യും. M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് W1 ജോലി ചെയ്യുമെങ്കിൽ M2 ആൾക്കാർ W2 ജോലി D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ അവിടെ വരുന്ന ഇക്വേഷൻ M1 D1 W2 ഈസ് ഈക്വൽ ടു M2 D2 W1 എന്നായിരിക്കും. അപ്പം നമുക്കിവിടെ M1 എന്ന് പറയുന്നത് X ജോലിക്കാരാണ്. അപ്പോൾ M1 X ആണ്. D1 എന്ന് പറയുന്നത് 12 ദിവസം കൊണ്ട്, അപ്പോൾ D1 12 ആണ്. അടുത്തത് W1 എന്ന് പറയുന്നത് അവിടെ തന്നിട്ടില്ല, അപ്പോൾ W1 എന്ന് തന്നെ എടുക്കണം. അടുത്തത് M2 എന്ന് പറയുന്നത് 2X ആണ്. 2X D2 എത്ര ദിവസം കൊണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. W2 എന്ന് പറയുന്നത് 2X ജോലിക്കാർക്ക് അതിൻ്റെ പകുതി ജോലി ചെയ്ത് തീർക്കാൻ, അപ്പോൾ ആദ്യത്തെ ജോലി എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ W2 എന്ന് പറയുന്നത് W1/2 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. M1 X ഇൻറ്റു 12 ഇൻറ്റു ഇവിടെ W2 ആണ് ചേർക്കേണ്ടത്. W2 എന്ന് പറയുന്നത് W1/2 ആണ്. W1/2 ഈസ് ഈക്വൽ ടു 2X ഇൻറ്റു D2 നമ്മൾ കണ്ടെത്തണം. W1 തന്നെ. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6 എന്ന് കിട്ടും. 6X ഇൻറ്റു W1 ഈസ് ഈക്വൽ ടു 2X ഇൻറ്റു D2 ഇൻറ്റു W1. ഈക്വൽ സൈൻ അപ്പുറം ഒരുപോലെ ഉള്ളത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6X ഉണ്ട്. 6X അപ്പോൾ ഈ 2X അടിയിൽ വരും ഈസ് ഈക്വൽ ടു D2. X ക്യാൻസൽ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ D2 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, A തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 5 ദിവസം കൊണ്ടും B തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് LCM മെത്തേഡിൽ ചെയ്യാം. ഇവിടെ എയുടെ ജോലിയുടെ പകുതി ഭാഗമാണ് 5 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എയുടെ ഒരു ദിവസം ജോലി 5 ദിവസം കൊണ്ട് പകുതി ചെയ്യുമെങ്കിൽ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10. ജോലിയുടെ പകുതി ഭാഗം 5 ദിവസം കൊണ്ട്, അപ്പോൾ ഒരു ഫുൾ ജോലി ആകുമ്പോൾ 10 ദിവസം എടുക്കും. അടുത്തത് B തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ട്, അപ്പോൾ ഒരു ഫുൾ ജോലി എന്ന് പറയുന്നത് ബിയുടെ ഫുൾ ജോലി എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ആയിരിക്കും. ഇവിടെ 5 ഇൻറ്റു 2, അതുപോലെ ഇവിടെ 4 ഇൻറ്റു 3 ഈക്വൽ ടു 12. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി 10ഉം ബിയുടെ ഒരു ദിവസത്തെ ജോലി 12ഉം ആണ്. അപ്പോൾ 10 12 ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. 60ലാണ് ഇത് രണ്ടും പോകുന്നത്. അപ്പോൾ LCM 60 ആണ്.
LCM 60 ആകുമ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 60/10. 10 ആണല്ലോ എയുടെ. അപ്പോൾ 60/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ബിയുടെ ഒരു ദിവസത്തെ ജോലി 60 ഇവിടെ 12 ആണ്, ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. എ ഒരു ജോലിയുടെ പകുതി ഭാഗമാണ് 5 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ജോലിയാകുമ്പോൾ 10 ദിവസം എടുക്കും. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 6 ആണ്. ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ബിയുടെ ഒരു ഫുൾ ജോലി എന്ന് പറയുന്നത് 12 ദിവസം എടുക്കും. അപ്പോൾ ഒരു ദിവസത്തെ ജോലി, ബിയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടാൻ നമ്മൾ ഇതിൻ്റെ LCM എടുക്കുക, എയുടെയും ബിയുടെയും LCM എടുക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60/12 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി 6 + 5 ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി 11 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം 60/11. അപ്പോൾ 60/11 ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നത്. 5 50 55 ബാലൻസ് 5 0 44 6 0 55 5.45. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ കാണണമെന്നില്ല. 5/11 ഇങ്ങനെയും കിടക്കും. ഒന്നുകിൽ ഓപ്ഷനിൽ 5.45 എന്നായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ബാലൻസ് എത്രയാണ് 5 11/5 എന്ന് കിട്ടും.